AK ആന്റണി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞാൽ പെട്ടെന്ന് അടുത്തത് മനസ്സിലേക്ക് മിമിക്രിക്കാരിൽ ആരെന്ന് ചിന്തിക്കുമ്പോൾ വരുന്ന ഒരേ ഒരു പേര് രാജീവേട്ടൻ. പെർഫെക്റ്റ് ആയിട്ട് രാജീവേട്ടൻ ആന്റണി സാറിന്റെ ഫിഗർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നല്ലൊരു മിമിക്രി ആർട്ടിസ്റ്റ് ആണ്, നല്ലൊരു കോമഡി ആർട്ടിസ്റ്റ് ആണ്. 1-2 സിനിമകളിൽ മമ്മൂക്കയോടൊപ്പം കുട്ടിശ്രാങ്ക് എന്ന് പറയുന്ന സിനിമയിലൊക്കെ ഗംഭീര വേഷമാണ് രാജീവേട്ടൻ ചെയ്തിട്ടുള്ളത്. ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുള്ള ഒരാളാണ്. എനിക്ക് ഓർമ്മയുണ്ട് രാജീവേട്ടൻ കുറേ നാളുകൾക്ക് മുമ്പ് ഭൂലോകം തരികിട തിമിടുതത്തൈ എന്നും പറഞ്ഞൊരു സീരിയല് ഞാൻ ഡയറക്റ്റ് ചെയ്യാനായിട്ട് പോരുന്നുണ്ടായിരുന്നു. എനിക്ക് അതിൽ വേഷമൊക്കെ ഉണ്ടായിരുന്നു. ഇവനെ വിളിച്ച് വീട്ടിൽ പോയിരുന്ന് ആ സ്റ്റോറി മുഴുവനും ഞാൻ പറഞ്ഞതാ വീട്ടിലിരുന്ന്. അതെ, അതിനാണ് ഞാൻ രാജീവേട്ടന്റെ വീട്ടിൽ ആദ്യമായിട്ട് വരുന്നത്. ഞാൻ ഒരു അനുഭവം പറയാം. രാജീവേട്ടന്റെ AK ആന്റണി സാറിന്റെ പെർഫെക്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ദിവസം ഞങ്ങൾ ചെയ്യുന്ന സിനിമാലയ എന്ന് പറയുന്ന ഷൂട്ടിംഗ് നടക്കുകയാണ്. അപ്പൊ ആ ചാനലിന്റെ മോളിൽ ന്യൂസ് സെക്ഷൻ ഉണ്ട്. ഈ ന്യൂസ് സെക്ഷനിൽ ഒറിജിനൽ AK ആന്റണി സാർ വന്നു മോളില്. അപ്പൊ 2 നിലയാണ്. മോളിലത്തെ ഫ്ലോറിൽ ന്യൂസ്, താഴത്തെ നിലയിൽ ഷൂട്ടിംഗ് ഒക്കെയാണ്. അപ്പൊ ഞാനും ധർമ്മനും കൂടെ ഈ ലിഫ്റ്റ് കയറി മോളിലത്തെ നമ്മുടെ ഫ്ലോറിലോട്ട് പോകുമ്പോൾ AK ആന്റണി സാർ ഇതിൽ കയറി. ധർമ്മനും വയറ്റിട്ട് തട്ടിയിട്ട് കുറെ നാളല്ലോ കണ്ടിട്ടെന്ന് ചോദിച്ചു. രാജീവേട്ടനാന്ന് ഓർത്തിട്ട് ഒരു തട്ട് ഞാൻ വിറച്ചു പോയിങ്ങനെ, കുറെ ആളല്ലോ കണ്ടിട്ടെന്ന് പറഞ്ഞു. പക്ഷെ അദ്ദേഹം എന്തോ ഒരു എന്നും പറഞ്ഞിട്ട് പുള്ളി എനിക്ക് മിണ്ടാവ. ഞാൻ പറഞ്ഞു, എടാ അത് ഒറിജിനൽ ആന്റണി സാറായിരുന്നു. രാജീവേട്ടനല്ലേ എന്ന് ചോദിച്ചു. അത്രയും പെർഫെക്ഷൻ ആയിട്ടാണ് രാജീവേട്ടൻ ഇത് ചെയ്തുകൊണ്ടിരുന്നത്. നമുക്കിടെ കുട്ടിശ്രാങ്ക്, പുത്തൻ പണം, എത്ര സിനിമകളിൽ ഗംഭീരമായിട്ടുള്ള വേഷങ്ങൾ ചെയ്തിട്ടുള്ള ആളാണ് രാജീവേട്ടൻ എന്ന് പറയുന്നത്. ആദ്യം നമ്മളുടെ മാസ്റ്റർ പീസ് ആയിട്ടുള്ള AK ആന്റണി ചേട്ടന്റെ ശബ്ദം തന്നെ ഒന്ന് കേൾക്കാൻ രാജീവേട്ട. എല്ലാവർക്കും നമസ്കാരം. ഇപ്പോ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നു, അതിനു മുമ്പ് കേന്ദ്ര വകുപ്പ് മന്ത്രിയായിരുന്നു. ഇപ്പോൾ ഒരു വകുപ്പുമില്ല. എല്ലാം നഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ടിരിക്കുന്നൊരവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നതെന്നറിയാം. പക്ഷെ എല്ലാം ശരിയാകും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാം ശരിയാകും എന്നുള്ള പ്രതീക്ഷയിലാണ്. സാധാരണ മിമിക്രി ആർട്ടിസ്റ്റുകൾ ചിലരൊക്കെ ഈ പറഞ്ഞ പോലെ തന്നെ രാഷ്ട്രീയ നേതാക്കളൊക്കെ ഇരിക്കുമ്പോൾ ഒരു പൊടിക്ക് കൂട്ടിയിട്ടിട്ട് പക്ഷെ ഇദ്ദേഹം പെർഫോമൻസ് അദ്ദേഹം എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് പുള്ളി പെർഫോം ചെയ്യുന്നത്. മാത്രമല്ല രാജീവേട്ടൻ അനുകരിക്കുന്നത് ഒന്ന് AK ആന്റണി സാറാണെങ്കിൽ KR ഗൗരിയമ്മ, അവരുടെ ശബ്ദം ആരും തന്നെ അങ്ങനെ മിമിക്രിയിൽ അധികം ആരും തന്നെ അനുകരിച്ച് ഞാൻ കേട്ടിട്ടില്ല. ഗൗരിയമ്മയിൽ തന്നെ തുടങ്ങാം. 1947 സർക്കാർ എടുത്തു വന്നിട്ടുള്ളത് കേരളത്തിലെ കർഷക തൊഴിലാളികളെ ഒന്നാകെ ഒറ്റക്കഴിയായിട്ട് കേരളത്തിലെ ചില നാക്കുകൾ പറയുമ്പോൾ പഴയതുപോലെ തിരിച്ചു കിട്ടുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ചില സമയങ്ങളിൽ വരുന്നുണ്ടെന്നാണ് പറയുന്നത്. ചേച്ചി കണ്ടവന്റെ കയ്യിൽ നിന്ന് കള്ളം വാങ്ങിച്ച് കുടിച്ചേച്ച് അനന്തരവിടെ മുറി കയറ്റിവിട്ട് ചപ്പിപ്രായം പറയുന്നു. ഒറ്റ ചവിട്ട് വെച്ചതുണ്ടല്ലോ 4 കേരളത്തിൻ്റെ MLA സ്ഥാനങ്ങളെല്ലാം പോയിട്ടെന്നുള്ളത് വളരെ കഷ്ടമാണെന്ന് എനിക്കറിയാം. ഇപ്പോൾ MLA സ്ഥാനത്ത് നിന്ന് മാറിയിട്ട് ഭക്തിയിലുള്ളൊരു ഭാഗത്തിലേക്കാണ് എൻ്റെ യാത്ര മുഴുവനും നടന്നുകൊണ്ടിരിക്കുന്നത്. ഭക്തി മാത്രത്തിലാണ് എൻ്റെ യാത്രത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാം ശരിയാവും. കൂടുതൽ നന്നായിട്ടുള്ള പരിപാടികളായിട്ട് രാജീവ് വളരെ ഉഷാറായിട്ട് മുമ്പോട്ട് പോകും എന്നുള്ള പ്രതീക്ഷത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാം ഗൗരിയമ്മയാണെങ്കിലും ഇതെല്ലാത്തിൻ്റെയും ഗെറ്റപ്പോട് കൂടി അതേ ഇതോടുകൂടിയാണ് ചെയ്തുകൊണ്ടിരുന്ന ആള്. ഇപ്പൊ അതെല്ലാം തിരിച്ച് കേറി കൊണ്ടുവരണം എന്നുള്ള ഒരു പ്രതീക്ഷത്തിലാണ് നിങ്ങൾ. സാധനം മറ്റേ അന്യൻ വരൂല്ലേ അമ്പിയുടെ മേത്തേക്ക്, അതുപോലെ അങ്ങ് വരികയാണ്. കേറി വരണം എന്നല്ല, കേറി വന്നു. അതാണ് ഇവിടുന്ന് കിട്ടിയ ഗംഭീര കയ്യടി. ദൈവികമായൊരു സംഭവമാണ് കല. അപ്പം അതുകൊണ്ട് തന്നെ ആ ദൈവികമായ ഒരു അംശമുള്ള ആരാണോ അവനാണ് കലാകാരൻ. അങ്ങനെ വരുമ്പോൾ തീർച്ചയായും ഒരു കാര്യം ഉറപ്പാണ്, രാജീവ് കളമശ്ശേരി എന്ന കലാകാരൻ 100% ഒരു മികച്ച വലിയ കലാകാരനാണ്, ആയിരുന്നു, ഇനി അങ്ങോട്ട് ആവുകയും ചെയ്യും. ഡൽഹിയിലൊരു പ്രോഗ്രാമിന് പോയ സമയത്ത് ആന്റണി സാർ അവിടെ ഉണ്ട്.
ആന്റണി സാർ അവിടെ ഉള്ളപ്പോൾ എന്നെ കണ്ടപ്പോൾ വലിയ സന്തോഷമായി. അപ്പൊ എന്നോട് പറഞ്ഞു, നിങ്ങളുടെ കൂട്ടത്തിലുണ്ടല്ലോ നമ്മളെ അനുകരിക്കുന്ന ആളെന്ന് പറഞ്ഞു. അത് ഇദ്ദേഹത്തെ ഉദ്ദേശിച്ചാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ ഭയങ്കരമായിട്ട് ചിരിച്ചതിന് ശേഷം പിന്നീട് പുള്ളി വന്നപ്പോൾ നമ്മൾ കോമഡിക്കാരൊക്കെ ഇരിക്കുന്നു. അപ്പൊ അദ്ദേഹവും ചെറുതായിട്ട് തമാശയിലേക്കും കടന്നു പ്രസംഗത്തിലും. ഇപ്പോഴാണ് എനിക്കൊരു നല്ല കൂട്ടുകാരനെ കിട്ടിയത്, പക്രു. കാരണം പക്രുവിനും പൊക്കമില്ല, എനിക്കും പൊക്കമില്ല.